Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഈ അടുത്തിടെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ വന്നപ്പോൾ ഞാനിത് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ആളത് കഴിച്ചിട്ട് പറഞ്ഞു ഇത് വളരെ നല്ല റെസിപ്പിയാണ്, ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ ബാർബിക്യൂ ചിക്കൻ, ഷവായ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ്റെ ഒക്കെ റെസിപ്പി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു നല്ല റെസിപ്പി തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ വളരെ നല്ലതാണ്. കഴിഞ്ഞ നമ്മളുടെ 1-2 ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പികൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അതേമാതിരി തന്നെ വളരെ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പൊ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ കട്ടിങ്, മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമേ തന്നെ 4 ടൊമാറ്റോ നമുക്ക് 4 പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുമാതിരി തന്നെ 2 സവോള നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തായി നമുക്ക് ഒരു 1/2 കിലോ പൊട്ടറ്റോ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഡിഷിനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത് 2 കിലോ ഉള്ള ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് കാണാവുന്ന മാതിരി നമ്മൾ ചിക്കൻ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഗൈസ് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചില്ലി പൗഡർ ഇടാം. നമുക്ക് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ റിയൽ ചില്ലി പൗഡറുമാണ് എടുത്തേക്കുന്നത്. ആദ്യമായി നമുക്കിത് പാത്രത്തിലേക്ക് ഇടാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തായി നമ്മൾ ഉപയോഗിക്കുന്നത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അടുത്തായി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നല്ല നീരുള്ള 3 നാരങ്ങയാണ്. അപ്പോൾ നാരങ്ങ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനിയിപ്പോൾ നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചാലും ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടും. അടുത്ത നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഓയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്ത നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഏതായാലും നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മുടെ മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങളുടെ മാരിനേഷൻ നന്നായിട്ട് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ മാരിനേഷൻ ചിക്കനിലും നമ്മളുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയും ഒനിയനും നമുക്കിതിലേക്ക് ഇടാം. അതുമാതിരി തന്നെ കട്ട് ചെയ്തെടുത്ത 1/2 കിലോ പൊട്ടറ്റോ, പിന്നെ നമ്മൾ കട്ട് ചെയ്ത 2 കിലോ ചിക്കൻ, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗൈസ് നമുക്ക് കാണുന്ന മാതിരി നമ്മുടെ ചിക്കനും വെജിറ്റബിളും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ ലിഡ് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഗൈസ് നമ്മളുടെ ചിക്കന് ഏകദേശം ഒരു 1/2 മണിക്കൂർ നേരം നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എനിവേ അടുത്തത് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തത് നമ്മളുടെ ചിക്കനും വെജിറ്റബിൾസും നമുക്കൊന്ന് ഈവൻലി സ്പ്രെഡ് ചെയ്യാം. ഗൈസ് നമ്മളുടെ ചിക്കൻ നമ്മൾ നന്നായിട്ട് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ചതിന് ശേഷം 30 തുടങ്ങി 40 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നത് ഓവനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം റെസിപ്പി, സെയിം മാരിനേഷൻ ഉപയോഗിച്ച്
നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. നിങ്ങളുടെ സാധാരണ വീട്ടിലുള്ള ചെറിയ ഗ്രില്ലിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഏത് മെത്തേഡിൽ കുക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. നമ്മൾ ഓവനിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ 180 ഡിഗ്രി സെൽഷ്യസിലാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഓവൻ നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ 180 ഡിഗ്രി സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് നമ്മളുടെ ചിക്കൻ ഓവനിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 35 to 40 മിനിറ്റ്സ് ആണ്. അപ്പം ഞാൻ ഈ ഒരു റേഞ്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല ഓവനും പല ടൈമിൽ കുക്കാവുന്നത് കാണാൻ പറ്റുന്നതാണ്, ഈവൻ നമ്മൾ സെയിം ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്താലും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 30-35 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ ഓവൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളുടെ പൊട്ടറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ എടുത്ത് കുക്കായോ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതായത് നമ്മളുടെ പൊട്ടറ്റോ ഒന്നെങ്കിൽ കട്ട് ചെയ്ത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ചെറുതായിട്ടൊന്ന് വിടർത്തി നോക്കുമ്പോൾ ഉള്ളിൽ നല്ല വൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ ചിക്കൻ കുക്കായെന്നാണ്. ഇല്ല ഒരു ചെറിയ പിങ്കിഷ് കളർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ നമ്മളത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ഒരു ടൈമിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 35 to 40 മിനിറ്റ്സ്. നമ്മൾ 35 മിനിറ്റ്സ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം കൂടുതൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമുക്ക് കാണാവുന്നമാതിരി നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് നമ്മുടെ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് നല്ല ജ്യൂസി ആയിട്ടും ടെൻഡറായിട്ടുമാണ് ഇതിനിരിക്കുന്നത്. ചിക്കൻ നമുക്കിത് ടേസ്റ്റ് നോക്കാം. നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ് വരുന്നത്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കാണാനൊക്കെ നല്ല സൂപ്പറാണ്. ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ഫ്ലേവറാണ്, നല്ല മസാലയുടെയും. അതുമാതിരി നമ്മളുടെ ചിക്കൻ നല്ല ടെൻഡറും ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിവേ ഗൈസ്, ഇതൊരു സൂപ്പർ റെസിപ്പിയാണ്, അടിപൊളി റെസിപ്പിയാണ്. ഞാൻ ഗ്യാരണ്ടി പറയുന്നത് നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെടും എന്നുള്ളത്. എനിവേ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിലൊക്കെ നമ്മളുടെ റെസിപ്പിക്ക് അയച്ചു കൊടുക്കുക. ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതിയിരിക്കാൻ മറക്കരുത്. നമ്മളുടെ വീഡിയോക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കുക. നമ്മുടെ ചാനലിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി വീഡിയോസ് കാണുവാനായിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുമാതിരി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ് പുതിയ ഐഡിയാസ് കിട്ടുവാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, അൻറ്റിൽ ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.